ബിഗ് ബോസിലെ യഥാർത്ഥ വിന്നർ എന്ന് ഫാൻസ് പറയുന്ന അനീഷിൻ്റെ പുറത്തിറങ്ങിയ ശേഷമുള്ളൊരു ഇൻ്റർവ്യൂ കണ്ടു. ഏഷ്യാനെറ്റുമായി നടത്തിയ ഇൻ്റർവ്യൂ ആണ്. അതിലയാൾ സമ്മതിക്കുന്നുണ്ട്, അയാൾ സ്ത്രീവിരുദ്ധനാണ്, സ്ത്രീകളുടെ അനാവശ്യ പ്രിവിലേജിനെയെല്ലാം ഞാൻ തുറന്നു കാട്ടും എന്നൊക്കെ പറഞ്ഞാണ് അയാൾ ഹൗസിനുള്ളിലേക്ക് പോയത് എന്നൊക്കെ. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം പ്ലേറ്റ് മാറ്റി അതൊക്കെ പോട്ടെ. മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കറക്റ്റ് ആണ്. പക്ഷേ അതിൽ ഉറച്ചു വെക്കുന്നു, എന്തിനാണ് 6 മാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മെറ്റേണിറ്റി ലീവ് 6 മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 മാസം എന്നുള്ളത് അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും. ഈ ഇന്റർവ്യൂവിൽ നിങ്ങളിപ്പോൾ കേട്ടത് അയാൾ മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അയാളുടെ സംസാരം കേട്ടാൽ അറിയാം മെറ്റേണിറ്റി ലീവ് എന്തിനാണെന്നുള്ളതിനുള്ള ബേസിക് നോളജ് പോലും അയാൾക്കില്ല എന്ന്. അപ്പോൾ ഇയാൾ സ്ത്രീകളുടെ പ്രിവിലേജ് പൊളിക്കുമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയ പോയിന്റ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട്. മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് അനാവശ്യ പ്രിവിലേജ് ആണോ, അതോ അത് ആരോഗ്യത്തിന് ആവശ്യമായ ഒരു കാര്യമാണോ? ആദ്യം ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. രക്ഷിതാക്കളായ എല്ലാവർക്കും അവധി വേണം. മെറ്റേണിറ്റി ലീവിനെ പ്രിവിലേജ് എന്ന് വിളിക്കുന്നത് വെറും തെറ്റിദ്ധാരണയാണ്. കാരണം ഈ പ്രസവം എന്ന് പറയുന്നത് മേജർ മെഡിക്കൽ ഈവൻ്റ് ആണ്. സാധാരണ പ്രസവമായാലും സിസേറിയൻ ആയാലും ശരീരം വീണ്ടും സുഖം പ്രാപിക്കാനായിട്ട് 6 to 8 വീക്സ് അത്യാവശ്യം തന്നെയാണ്. ഹോർമോൺ ബാലൻസ് സ്ഥിരപ്പെടണം, രക്തസ്രാവം, വേദന, സ്റ്റിച്ചസ് ഇവയെല്ലാം സുഖപ്പെടണം. ഇതിലൂടെ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാകുകയും വേണം. ഇതിനെ പലരും കാണുന്നത് ശമ്പളത്തോടെയുള്ള വിശ്രമമായിട്ടാണ്. പക്ഷേ അനീഷിനെ പോലെയുള്ള ആൾക്കാരൊന്നും ഇതിനെ ആവശ്യമായ ഹെൽത്ത് വീണ്ടെടുക്കലാണെന്ന് ഒരിക്കലും മനസ്സിലാക്കത്തില്ല. പിന്നെ ഈ സമയം കുഞ്ഞിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുലയൂട്ടലുണ്ട്, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ നിമിഷത്തിലാണ്. ഇതെല്ലാം ഈ കുഞ്ഞിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് പ്രിവിലേജ് അല്ല, അത് അവരുടെ റൈറ്റ് ആണ്. അപ്പോൾ ചോദിക്കും പുരുഷന്മാർക്ക് അവധി വേണ്ടതെന്ന്. യെസ്, ആബ്സല്യൂട്ട്ലി യെസ്. പക്ഷേ അതിന് പരിഹാരം സ്ത്രീകളുടെ പ്രസവാവധി കുറയ്ക്കുക എന്നതല്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പാരന്റൽ ലീവ് വിപുലീകരിക്കുക എന്നതാണ്. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? മിക്കപ്പോഴും അമ്മയാണ് അവധിയെടുക്കാറ്. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? വീട്ടിലും ഓഫീസിലുമൊക്കെ ലിംഗ അസമത്വം ശക്തിപ്പെടും. അതേസമയത്ത് അച്ഛന്മാരും കൂടി അവധിയെടുക്കുമ്പോൾ കുട്ടികളെ നോക്കുക എന്നത് അമ്മയുടെ ജോലി മാത്രമല്ലാതായി മാറുകയും ചെയ്യും. ഇങ്ങനെ പുരുഷന്മാർക്കും അവധി കൊടുക്കുകയാണെങ്കിൽ ജെൻഡർ പേ ഗ്യാപ്പ് എല്ലാം നമുക്ക് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് എന്താണ്? സ്ത്രീകളുടെ മെറ്റേണിറ്റി ലീവ് എന്നത് കാത്തു സൂക്ഷിക്കുക. എല്ലാ രക്ഷിതാക്കൾക്കും നിർബന്ധിതമായ പാരന്റൽ ലീവ് ഉറപ്പാക്കുക എന്നതാണ്. അതിനാൽ നമ്മളിവിടെ പറയേണ്ടത് അനീഷ് പറയും പോലെ റെഡ്യൂസ് മെറ്റേണിറ്റി ലീവ് എന്നല്ല, എക്സ്പാൻഡ് പാരന്റൽ ലീവ് ഫോർ എവ്രി വൺ എന്നാണ് നമ്മൾ പറയേണ്ടത്.